ഹായ് ഹലോ വെൽക്കം ടു IS ഫാക്ടേഴ്സ് കറണ്ട് അഫയേഴ്സ് 2026ലേക്കുള്ള ഇന്ത്യൻ പോളിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ക്വിക്ക്ലി സ്റ്റാർട്ട് ഓൺ വിത്ത് ദ സെഷൻ. ഇന്നത്തെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിത്ത് മീ അർജുൻ ആർ ശങ്കർ. സോ ഇന്ന് ആക്ച്വലി കുറച്ചധികം ഈ ടോപ്പിക്കുകളെല്ലാം കറണ്ട് അഫയേഴ്സിൽ തന്നെ മെൻഷൻ ഉള്ള ടോപ്പിക്കുകളാണ് എല്ലാം കൂടുതലും. സോ ഒരു പരിധിക്ക് മുകളിൽ ഈ ടോപ്പിക്കുകളെല്ലാം പല രീതിയിൽ കറണ്ട് അഫയേഴ്സിൽ വന്നതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എന്താണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ? സോ ക്യൂറേറ്റീവ് പെറ്റീഷൻ സുപ്രീം കോർട്ടിൽ നമ്മൾ വാർത്തയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ യു നീഡ് ടു നോ വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ്. എന്താണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 143 and what is the interpretation of article 143, what is the interpretation of article 142 and even article 141 of the Indian constitution? മൂന്നിന്റെ interpretation എന്താണ്? And governor and president powers and legislative article 201 എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് 200 and 201? ഇത് ഓവർ ബ്രീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആൻഡ് ഇസ് ദർ സംതിങ് കോൾഡ് ആസ് ദ സീക്രട്ട് സിറ്റിംഗ് ഓഫ് ലോക്സഭ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? So what is Article 101 Clause 4 or absence of an MP, the seats may fall vacant? So what exactly is that എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ബാക്കിയുള്ളതെല്ലാം പ്രധാനപ്പെട്ട ഒരു പെസ ആക്ട് അല്ലെങ്കിൽ പെസ മഹോത്സവ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ തന്നെ എന്താണ് പഞ്ചായത്തി എക്സ്റ്റൻഷൻ, ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് 5th ഷെഡ്യൂൾ വേഴ്സസ് 6th ഷെഡ്യൂൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താ, ഏതൊക്കെ സ്റ്റേറ്റിൽ പവർ ഉണ്ട്, ഏതൊക്കെ സ്റ്റേറ്റിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഗ്രാം സഭ സെൻട്രിക് ഗവർണൻസ്. പെസ മോഡലിൽ what is the difference between this Gram Sabha model, especially when it comes to the tribal rights with the state authority, customary law? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്ത് പോവാം. സോ ഓൾ ദീസ് ആർ വെരി സിമ്പിൾ കോൺസെപ്റ്റ്സ് ഇഫ് യു ലേൺ ഇറ്റ് ഇൻ ദ റൈറ്റ് ടൈം. സോ യു ക്യാൻ ടേക്ക് look at a lot of important things regarding curative petition, judging Surendra Kohli's acquittal, and there is something called curative jurisdiction remains crucial. അപ്പോൾ എവിടെയൊക്കെയോ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കി ഒരു വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഓൾറെഡി ഒരു വേർഡിക്റ്റ് ഉണ്ട്, ഒരു വേർഡിക്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ആ വേർഡിക്റ്റിൽ നമ്മൾ അൺഹാപ്പി ആണ്, അല്ലെങ്കിൽ കോടതിക്ക് തെറ്റുപറ്റാം. സോ വളരെ പ്രധാനമായിട്ടും ഈവൻ ദ സുപ്രീം കോടതിക്ക് പോലും നമ്മൾ അപ്പലേറ്റ് ആയിട്ട് ഫൈനലി ഹൈക്കോർട്ട്, സാധാരണ ലോവർ കോർട്ട്സ് നിന്ന് ഹൈക്കോടതി പോയി, സുപ്രീം കോടതിയിൽ പോയി, വെൻ ഇറ്റ് ഇസ് ദി അപെക്സ് കോർട്ട് ആൻഡ് ഇവിടെ അപ്പലേറ്റ് വന്നിട്ട് ഇവിടെയും വിധി നമുക്ക് അത്ര നല്ല വിധി വന്നില്ല, നമുക്ക് സംശയമുണ്ട്, കോടതിക്ക് തെറ്റുപറ്റിയോ അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രിറ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗിവ് എ ക്യൂറേറ്റീവ് പെറ്റീഷൻ. നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കോടതി ജഡ്ജ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കാം. അതാണ് അവസാനം ചെയ്യാനുള്ളത്. അതിൽ കൂടുതൽ ഇനി ഒന്നും ചെയ്യാനില്ല. അതും തള്ളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിധിയാണെന്ന് വിചാരിക്കുക. സോ ഇതാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. അവസാനം വേണമെങ്കിൽ സുപ്രീം കോടതി പോലും സുപ്രീം കോടതി തള്ളിയ ഒരു കേസിന് നമുക്ക് വേണമെങ്കിൽ ഫൈനലായിട്ട് ഒരു ഇതും കൂടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു പുഷ് കൊടുക്കാവുന്ന സംഭവമാണ് ക്യൂറേറ്റീവ് പെറ്റീഷൻ. ദ മോസ്റ്റ് സിമ്പിൾ ലാംഗ്വേജ്. നമുക്കിനി ഇതിന് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇൻ ദ സുപ്രീം കോർട്ട്, യൂസ്ഡ് ആഫ്റ്റർ എവ്രിതിങ് എൽസ് ഇസ് ഫിനിഷ്ഡ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവസാനത്തെ ഇതും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ജഡ്ജ്മെന്റ്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു, റിവ്യൂ പെറ്റീഷൻ, നമ്മൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു, നമ്മളൊരു ഒന്നും കൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ഈവൻ ദ റിവ്യൂ പെറ്റീഷൻ ഇസ് റിജക്റ്റഡ് ആൻഡ് സംതിങ് ഇസ് സീരിയസ്ലി റോങ്, ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഈവൻ റിവ്യൂ പെറ്റീഷനും ഫെയിലായി എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കാൻ പറ്റും. അതാണ് ഇത് പ്രധാന കോടതി തന്നെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈവൻ സുപ്രീം കോർട്ട് ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. അതും ഇറ്റ് ഇസ് നോട്ട് അബവ് എനിത്തിങ്. ഇന്നസെന്റ് പീപ്പിൾ ഡോണ്ട് സഫർ, ജസ്റ്റിസ് ഇസ് പ്രോപ്പർലി ഗിവൺ. അതുകൊണ്ട് നമുക്കത് വളരെ കൃത്യമായിട്ട് ചെയ്യാം. സോ വൺ ഫൈനൽ കറക്ഷൻ ഇസ് അലൗഡ് അണ്ടർ ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത്. രൂപ അശോക് ഹുറ വേഴ്സസ് അശോക് ഹുറയുടെ ഒരു കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഈവൻ ആഫ്റ്റർ ഫൈനൽ ജഡ്ജ്മെന്റ് സുപ്രീം കോടതി പറഞ്ഞു അതിന്റെ റിവ്യൂവിന് ശേഷം വൺ ലാസ്റ്റ് ചാൻസ് നീഡ് ടു ബി ഗിവൺ. രൂപ അശോക് ഹുറ വേഴ്സസ് അശോക് ഹുറ എന്ന് പറയുന്ന കേസിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കൂടുതലും കോടതിയുടെ അങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ ഒരു മിസ്യൂസ് വരുന്നില്ല, അല്ലെങ്കിൽ മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇറ്റ്സ് എൻ അസംപ്ഷൻ ദാറ്റ് യു ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, യു ഹാവ് വൺ ഫൈനൽ ചാൻസ് എന്ന് പറയുന്നതാണത്. സോ ക്യാൻ യു ഫയൽ അഗെയിൻ ആഫ്റ്റർ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്? യെസ്, സുപ്രീം കോർട്ട് ലിമിറ്റഡ് സീക്വൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിവ്യൂ പെറ്റീഷനും ജഡ്ജ്മെന്റും കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ്
റിവ്യൂ പെറ്റീഷനും റിജക്റ്റ് ആവണം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കും, ഒന്നുകൂടെ റിവ്യൂ, അതും ഫെയിൽ ആയാൽ മാത്രമേ, അല്ലാതെ റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കെ when the review petition is standing still and it's still under consideration, you cannot move a curative petition. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. How many times can you file this? Only one curative petition is allowed. ഇത് appeal അല്ല. You cannot do multiple number of curative petitions. The court is very strict. ഒരിക്കൽ dismiss ചെയ്ത് കഴിഞ്ഞാൽ consider the case closed എന്നുള്ളതാണ് നമുക്കിവിടെ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് curative petitions. നാളെ next time when you see an article regarding or something relating to curative petition, have a clear cut idea. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, let's discuss presidential reference on governor's timeline. Supreme Court to deliver advisory opinion today. Presidential reference routes on state bills. അപ്പോൾ സ്റ്റേറ്റ് വേഴ്സസ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റിന്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൂടുതൽ ഇടപെടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്? അതിനകത്തൊരു പോയിന്റും കൂടെ ഉണ്ട്. Even the Supreme Court said that we have delivered our advisory opinion. So what exactly do you mean by this? So let's quickly understand this. Ivide, imagine that you have the state government on one side and you have the central government with the main central government, and avade you have the judiciary. Chela samayangalil central government inu vendi you can see on behalf of the central government the President of India, because he is in confidence of the Council of Ministers. President of India asks certain questions to judiciary. പ്രസിഡന്റിന് ജുഡീഷ്യറി എടുത്ത് ചില അഡ്വൈസറി ഒപ്പീനിയൻസ് ചോദിക്കാം, നിയമവശങ്ങൾ തേടാം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാം. അത് പ്രസിഡന്റിന് തോന്നുന്ന നിർബന്ധമൊന്നുമില്ല, സെൻട്രൽ ഗവൺമെന്റ് എഴുതി കൊടുക്കുന്ന കാര്യം. ബിക്കോസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സപ്പോർട്ടിലായതുകൊണ്ട് തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന കുറേ ചോദ്യങ്ങൾ പ്രസിഡന്റിന് ഒഫീഷ്യലി ജുഡീഷ്യറിയോട് ചോദിക്കാം. ആൻഡ് ഇപ്രാവശ്യം കൂടുതലും സ്റ്റേറ്റിന്റെ ഭരണമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഗവർണറിന്റെ പവറുകളാണ് പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളത്. ജുഡീഷ്യറി ഇത് കേൾക്കും. ബിക്കോസ് ജുഡീഷ്യറി ഇത് കേട്ട് കഴിഞ്ഞാൽ അതിലും വ്യത്യാസമുണ്ട്. 143 ക്ലോസ് 1, 143 ക്ലോസ് 2. ഇതിനകത്ത് ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ 11 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കണമെന്ന് ജുഡീഷ്യറിക്ക് നിർബന്ധമൊന്നുമില്ല. ബട്ട് ജുഡീഷ്യറി അതിന്റെ നിയമവശം കൃത്യമായി ഗവൺമെന്റിനെ പറഞ്ഞ് കേൾപ്പിക്കും, പ്രസിഡന്റിന് കൊടുക്കും. ഇതാണ് പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. സോ നൗ ലെറ്റ്സ് സീ, ഇത് കറന്റ് റെഫറൻസിന്റെ ബേസിസിലാണ്. ആ 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ആണ് ഇപ്പോൾ അഡ്വൈസറി ഒപ്പീനിയൻ വന്നിരിക്കുന്നത്. അഡ്വൈസറി ഒപ്പീനിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. 14 ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചത്. നോക്കിക്കഴിഞ്ഞാൽ ഗവർണറിന്റെ റോള്, പ്രസിഡന്റ് സ്റ്റേറ്റിന്റെ കാര്യത്തിലുള്ള കാര്യങ്ങളാണ്. ഗവർണറിന്റെ റോൾ എന്താ, ഗവർണർ ബില്ല് ഒപ്പിടുന്നില്ല, എത്ര കാലം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കാം, ഡിലേ വരുത്തിക്കൊണ്ടിരിക്കാം എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് ഗവൺമെന്റ് ഹാഡ് ആ സുപ്രീം കോർട്ട് ഫോർ ക്ലാരിഫിക്കേഷൻ. പ്രസിഡന്റ് ആണ് ചോദിച്ചതെന്നുള്ള കാര്യമാണ്. ബട്ട് പ്രസിഡന്റ് അലോൺ ഇസ് നോട്ട് ഡൂയിങ് ദിസ് ബിക്കോസ് പ്രസിഡന്റ് ആക്ട്സ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സോ അവർ ചോദിക്കുന്ന ചോദ്യം പ്രസിഡന്റ് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ 143. സോ ആർട്ടിക്കിൾ 143 അനുസരിച്ചിട്ട് സുപ്രീം കോടതി എടുത്ത് അഡ്വൈസ് ചോദിക്കാമെന്നാണ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ലീഗൽ പൊസിഷൻ എന്ന് ചോദിക്കാം. കോടതി അത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ 2 ക്വസ്റ്റ്യൻസ് 2 രീതിയുണ്ട്. 143 ക്ലോസ് 1 ഉണ്ട്, 143 ക്ലോസ് 2 ഉണ്ട്. 143 ക്ലോസ് 1 അനുസരിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ലീഗൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പബ്ലിക് ഇഷ്യൂസ് ചോദിക്കാം, മേ റെഫ്യൂസ്. കോടതിക്ക് വേണമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ലെങ്കിൽ യു കനോട്ട് ഫോഴ്സ് ദം. സോ കൺഫ്യൂഷൻസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണ്, പബ്ലിക് ഇഷ്യൂ, ലീഗൽ ക്വസ്റ്റ്യൻ ഒക്കെ വന്നത്. ദേ മേ ഓർ മേ നോട്ട്, ബൈൻഡിങ് അല്ല, ചോദിച്ചാൽ ഉത്തരം പറയണം നിർബന്ധമൊന്നുമില്ല എന്നുള്ളത് 143(1). 143 ക്ലോസ് 2 പഴയ കോൺസ്റ്റിറ്റ്യൂഷന് മുന്നേ ഉള്ള ചില പഴയ ട്രീറ്റി ഡിസ്പ്യൂട്ടിന്റെ ഒക്കെ ലീഗൽ പൊസിഷൻ എന്താണെന്ന് ചോദിക്കാം. സോ ഇത് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ, കാരണം ഇത് പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ബന്ധമൊന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷന് മുന്നേ 1950s 47 മുന്നേ ഉള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇതിൽ സുപ്രീം കോടതി ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. സോ ദിസ് ഈസ് ബിൽഡിംഗ് എ കോർപ്പറേഷൻ. ഒരു തരത്തിൽ ഇറ്റ് ഈസ് ആക്ച്വലി ബിൽഡിംഗ് എ കോർപ്പറേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ആൻഡ് ദ ജുഡീഷ്യറി. സോ ഇൻ എ സെൻസ് യു ക്യാൻ സേ ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഒരു വലിയ ലീഗൽ ബാറ്റിൽ ഒഴിവാക്കാൻ വേണ്ടി ഒരു കൺസൾട്ടേഷൻ ഒപ്പീനിയൻ ചോദിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യം, ഇറ്റ് ഈസ് അഡ്വൈസറി. സുപ്രീം കോടതിയുടെ ഒപ്പീനിയൻ ഇസ് അഡ്വൈസറി, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. വെരി റെസ്പെക്റ്റഡ്, ബട്ട്
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പൽസറി അല്ല റിഫ്യൂസ് ചെയ്യണം എന്നുള്ളത്. മിക്കവാറും അറ്റ്ലീസ്റ്റ് അവിടുത്തെ മെയിൻ ഒരു ബെഞ്ച് 5 ബെഞ്ചസ്, ഒരു അറ്റ്ലീസ്റ്റ് 5 ജഡ്ജസിന്റെ സംഭവം ക്ലിയർ കേൾക്കും, ശരിയാണോ തെറ്റാണോ നോക്കും, റെഫ്യൂസ് ടു ആൻസർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് റെഫ്യൂസലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാം ജന്മഭൂമി റെഫറൻസ്, പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായിരുന്നു 1993 രാം ജന്മഭൂമി ബാബറി മസ്ജിദിന്റെ കേസിൽ. ഇതേപോലെ തന്നെ ഗവൺമെന്റ് വാണ്ടഡ് ലീഗൽ ക്ലാരിറ്റി, ഇതേപോലെ ബാബറി മസ്ജിദ് ഡെമോളിഷന്റെ സമയത്ത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി റെഫേർഡ് ദ ക്വസ്റ്റ്യൻ ടു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇത് ചെയ്തതും ആർട്ടിക്കിൾ 143 വാസ് ദർ എ ഹിന്ദു ടെമ്പിൾ അറ്റ് ദ സൈറ്റ് ഓഫ് ദ മോസ്ക് ബിഫോർ ഇറ്റ് വാസ് ബിൽഡ്. ഈ സിറ്റുവേഷനിൽ പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉപയോഗിച്ചപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ദ കോർട്ട് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ, ദേ ഹാവ് റിഫ്യൂസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. സോ റിഫ്യൂസിൽ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യത്തെ മെയിൻ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു പസ്ലിംഗ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ ഡിബേറ്റബിൾ ടോപ്പിക് ആണ്. ഗവർണർ ഇസ് അപ്രൂവിംഗ് ദ ബിൽ. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ കോർട്ട്? ഗവർണർ അപ്രൂവ് ചെയ്യാൻ, ബില്ല് അപ്രൂവ് ചെയ്യുന്ന കുറേ ക്രൈറ്റീരിയ ഉണ്ട്, അസെന്റിന്റെ സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഗവർണറിന്റെയും പ്രസിഡന്റിന്റെയും ഡിസിഷൻസ്, വി കോൾ ഇറ്റ് ഡിസ്ക്രിഷണറി പവേഴ്സ്, പക്ഷേ കോടതി പലപ്പോഴും ഈ പവേഴ്സിനെ റീചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇസ് ഇറ്റ് കമ്മിങ് അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ? ആർട്ടിക്കിൾ 200-201 സ്കോപ്പ് കാര്യങ്ങൾ, ഇതാണ് ഇപ്രാവശ്യം പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഗവർണേഴ്സിന്റെ പ്രധാന പ്രശ്നം സ്റ്റേറ്റ് ലെവലിൽ നോക്കുന്ന സമയത്ത് ഡിലേ വരുത്തുന്നുണ്ട്. ബില്ലുകൾ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് ബില്ല് ഡിലേ ചെയ്യുന്നുണ്ട്. സോ ദ കീ ക്വസ്റ്റ്യൻ ദാറ്റ് പ്രസിഡന്റ് ചോദിച്ചത്, ഒരു ടൈം ലിമിറ്റ് വേണ്ടേ? ആർട്ടിക്കിൾ 200 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് എത്ര കാലം ഗവർണർ ഒരു ബില്ല് ഇങ്ങനെ പെൻഡിങ് വെക്കും? Can governors sit on a bill forever or they must act within a stipulated time? That is a very key question. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര കാലം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അതൊരു വലിയൊരു ഡിസ്കഷനാണ് ചോദിച്ചത്. പിന്നെ അടുത്തത് പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും പവർ ഡിസ്ക്രിഷണറി ആണെന്ന് പറഞ്ഞാലും കോടതി റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഇത് ജുഡീഷ്യൽ റിവ്യൂവിന്റെ ബിയോണ്ട് ആണോ? ഓർ ഡു യു തിങ്ക് ജുഡീഷ്യറി ഹാസ് ദ പവർ ടു ക്വസ്റ്റ്യൻ ദ പ്രസിഡന്റ് ഓർ ദ ഗവർണേഴ്സ് ഡിസ്ക്രിഷണറി പവർ? ദാറ്റ് ഈസ് എ കീ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 200-201 നമുക്ക് നോക്കുമ്പോൾ, ആർട്ടിക്കിൾ 200 and 201 മൊത്തത്തിൽ നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ആർട്ടിക്കിൾ 200-201 എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബിൽസ് ആണ്, സ്റ്റേറ്റിന്റെ ബിൽസ് ആണ്. ഗവർണറിന് ബില്ല് അപ്രൂവ് ചെയ്യാം, റിജക്ട് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, പ്രസിഡന്റിന് റിസർവ് ചെയ്യാം, ഇതൊക്കെ പറയുന്ന സംഭവമാണ് ആർട്ടിക്കിൾ 200. സ്റ്റേറ്റ് ബിൽസിൽ ഗവർണറുടെ പവർ ആണ് നമുക്ക് കാണുന്നത്. അതേപോലെ തന്നെ 201 എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യാനും റിജക്ട് ചെയ്യാനും ഡിലേ ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് ഇതെല്ലാം പ്രസിഡൻഷ്യൽ റെഫറൻസിന്റെ ക്വസ്റ്റൻ. സോ 200 മീൻസ് സ്റ്റേറ്റ് ബിൽസിൽ ഗവർണറുടെ പവർ, 201 ഇസ് പ്രസിഡന്റിന്റെ കയ്യിൽ റിസർവിന് പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഓപ്ഷൻസ് ദാറ്റ് ഈസ് വിത്ത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ 200 പവേഴ്സ്. സോ ഈ പവേഴ്സ് ആർബിട്രറി ആണോ, ലിമിറ്റഡ് ആണോ, എത്രത്തോളം ഒരു സ്റ്റേറ്റ് ലോയിൽ പ്രസിഡന്റിനും ഗവർണറിനും ഒക്കെ എത്രത്തോളം കൺട്രോൾ ചെലുത്താൻ പറ്റും, ഡിപ്പെൻഡബിൾ ആവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്രാവശ്യം പ്രസിഡൻഷ്യൽ റിവ്യൂവിന് ചോദിച്ചത്. അതിൽ ഏറ്റവും രസം 11 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 3 ക്വസ്റ്റ്യൻസ് നോട്ട് റെലവെന്റ് ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു.